കഴിഞ്ഞ ദിവസമാണ് ഹരിയാനയിലെ കോൺഗ്രസ് വനിതാ നേതാവായിട്ടുള്ള ഹിമാനി നിർവാളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പുറത്തു വന്നത്. ഹിമാനി നിർവാളിനെ കൊല ചെയ്ത ശേഷം മൃതദേഹം സ്വീറ്റ് കേസിലാക്കി മാറ്റുകയായിരുന്നു. ഇത് രാജ്യത്തെ ഏറെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഈ ദിവസം ഹിമാനി നിർവാളിനെ കൊല ചെയ്ത ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ പ്രതി എന്തിനാണ് ഈ കൊല ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പ്രതി പുറത്തു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളിലുണ്ട്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വീഡിയോകൾ കാണിച്ച് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും പ്രതി ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശനിയാഴ്ച റോഹ്തക്കിൽ നിന്ന് ഒരു സ്വീറ്റ് കേസിലാണ് ഹിമാനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഈ പ്രതി പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ഈ കൊലപാതകത്തെക്കുറിച്ച് സച്ചിൻ എന്ന് പറയുന്ന പ്രതി നിരവധി വികാരാധീനമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വർഷം മുമ്പ് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാനും ഹിമയും സുഹൃത്തുക്കളായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസിനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ഹിമാനി എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഇരുവരും തമ്മിൽ ഒരു ബന്ധം ഉടലെടുത്തു. ഹിമാനി അതിന്റെ വീഡിയോ എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഹിമാനി എന്നിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നും പ്രതി പറയുന്നുണ്ട്. കൂടുതൽ പണം ആവശ്യപ്പെട്ടതിൽ മടുത്താണ് ഞാൻ അവരെ കൊല ചെയ്തത് എന്നാണ് ഇപ്പോൾ പ്രതി പറയുന്നത്. ബഹാദൂർഗഡിൽ നിന്നുള്ള സച്ചിൻ കനോഡ ഗ്രാമത്തിൽ ഒരു മൊബൈൽ ആക്സസറീസ് കടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സച്ചിൻ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്. ഒരു വർഷം മുമ്പ് സോഷ്യൽ മീഡിയ വഴിയാണ് അയാൾ ഹിമാനിയുമായി സൗഹൃദത്തിലായത്. ഇതിനുശേഷം ഹിമാനി സച്ചിനെ വീട്ടിലേക്ക് വിളിച്ചു. അയാൾ അവളുമായി ഒരു ബന്ധം ആരംഭിക്കുകയും അവളുടെ വീഡിയോകൾ നിർമ്മിച്ച് സച്ചിനെ അയാളുടെ വീഡിയോ, അതായത് ഹിമാനി അവരുടെ വീഡിയോ നിർമ്മിച്ച് സച്ചിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ നിലവിൽ ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. ഇതിന്റെ കാരണമായി പോലീസിന് മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മൊബൈൽ ചാർജർ വയർ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതി പറയുന്നത്. കുറ്റാരോപിതനായ സച്ചിൻ പറയുന്നത്, ഈ ബ്ലാക്ക്മെയിലിംഗിൽ ഞാൻ ഹിമാനിക്ക് 3 ലക്ഷത്തിലധികം രൂപ നൽകിയിരുന്നു. പക്ഷെ അവർ കൂടുതൽ പണം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് മാർച്ച് 2 ഹിമാനി എന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർ കൂടുതൽ പണം ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. പണം നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഗതികെട്ട് ഒരു ചാർജർ എടുത്ത്, അതായത് ഒരു മൊബൈൽ ചാർജർ എടുത്ത് ഞാൻ അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം എവിടെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് സച്ചിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കൊലപാതകത്തിന് ശേഷം ഞാൻ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച് ബഹാദൂർഗഡിലെ കനോഡ ഗ്രാമത്തിലുള്ള കടയിലേക്ക് പോയി. പിന്നെ ഹിമാനിയുടെ മൃതദേഹം കണ്ടെത്താൻ ഞാൻ ഹിമാനിയുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. മൃതദേഹം ഒരു സൂട്ട് കേസിലാക്കി മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. ഒരു സൂട്ട് കേസും വഹിച്ചുകൊണ്ട് ഞാൻ ആദ്യം ഒരു റിക്ഷയിലും പിന്നീട് ഒരു ബസ്സിലും സാംപ്ല സ്റ്റാൻഡിലേക്ക് പോയി. ഞാൻ സൂട്ട് കേസ് അവിടെ എറിഞ്ഞ ശേഷം ഓടിപ്പോയി എന്നാണ് ഈ പ്രതി കൃത്യമായി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അതേസമയം ഈ പ്രതി പറഞ്ഞത് സത്യമാണോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.